വിശുദ്ധീകരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങൾക്ക് കത്തോലിക്ക സഭ നൽകുന്ന ഔദ്യോഗിക അംഗീകാരമാണ് വിശുദ്ധ പദവി. ദീർഘകാലത്തെ കാത്തിരിപ്പിനും പരിശോധനകൾക്കും ശേഷമാണ് കത്തോലിക്ക സഭ ഇത്തരമൊരു പദവി നൽകുന്നത്. വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചതിന് ശേഷം വിശുദ്ധരായി പ്രഖ്യാപിക്കണമെങ്കിൽ അവരുടെ മധ്യസ്ഥം വഴി അത്ഭുതം നടന്നതായി വത്തിക്കാനിലെ തിരുസംഘം സ്ഥിരീകരിക്കണം. ഒരു വ്യക്തിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കാനുള്ള നാമകരണ നടപടികൾ ആരംഭിക്കണമെന്ന് രൂപതാ മെത്രാനോടോ മെത്രാപ്പോലിത്തയോടോ അപേക്ഷിക്കുന്നതാണ് നാമകരണത്തിനുള്ള നടപടിക്രമങ്ങളുടെ ആദ്യ ചുവട്. അപേക്ഷ സ്വീകരിച്ച രൂപതാധ്യക്ഷൻ വത്തിക്കാനിലെ വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായി പ്രവർത്തിക്കുന്ന കർദിനാൾ സംഘത്തിന്റെ അനുമതി തേടും. കർദിനാൾ സംഘത്തിൽ നിന്നും തടസ്സമില്ല എന്ന അറിയിപ്പ് ലഭിക്കുന്നതോടെ രൂപതാതല നാമകരണ കോടതി രൂപീകരിക്കും. ഇതോടെ ഈ വ്യക്തി ദൈവദാസൻ പദവിയിലേക്ക് ഉയർത്തപ്പെടും. നാമകരണ നടപടികൾക്കായി വത്തിക്കാൻ കാര്യാലയത്തിലേക്ക് ഒരാളെ രൂപതാധ്യക്ഷൻ പോസ്റ്റുലേറ്ററായി നിയമിക്കും. ഇദ്ദേഹത്തെ സഹായിക്കാൻ വൈസ് പോസ്റ്റുലേറ്റർമാരെയും നിയമിക്കും. പ്രിസൈഡിംഗ് ജഡ്ജ്, വിശ്വാസ സംരക്ഷകൻ, നോട്ടറി, കർസർ എന്നിവരാണ് രൂപതാ നാമകരണ കോടതിയിലെ അംഗങ്ങൾ. ദൈവദാസന്റെ ജീവിതം സംബന്ധിച്ച രേഖകൾ തയ്യാറാക്കുന്നത് ഈ കോടതിയാണ്. സാക്ഷിമൊഴികളടക്കമുള്ള രേഖകൾ വത്തിക്കാനിലേക്ക് അയച്ചു കൊടുക്കും. കർദിനാൾ സംഘത്തിന്റെ പഠനത്തിന് ശേഷം മുഖ്യ പഠനത്തിനുള്ള ഗ്രന്ഥം അഥവാ പൊസീസോ തയ്യാറാക്കാൻ ആവശ്യപ്പെടും. ദൈവശാസ്ത്രജ്ഞന്മാരുടെ സൂക്ഷ്മ പഠനമാണ് പിന്നീട് നടക്കുക. വർഷങ്ങൾ നീളുന്ന പഠനത്തിന് ശേഷം ദൈവശാസ്ത്രജ്ഞന്മാരുടെ സമിതി റിപ്പോർട്ട് കർദിനാൾമാർ, മെത്രാൻമാർ എന്നിവരടങ്ങിയ കമ്മീഷന് മുമ്പിൽ സമർപ്പിക്കും. ഉന്നതാധികാര സമിതി പഠനത്തിന് ശേഷം മാർപ്പാപ്പയുടെ അംഗീകാരത്തിനായി റിപ്പോർട്ട് സമർപ്പിക്കും. മാർപ്പാപ്പ ഈ വ്യക്തിയെ ധന്യൻ പദവിയിലേക്ക് ഉയർത്തും. ഇതിനുശേഷം 2 അത്ഭുതങ്ങൾ ഈ വ്യക്തിയിലൂടെ ലഭിച്ചാലാണ് വാഴ്ത്തപ്പെട്ടവനും പിന്നീട് വിശുദ്ധനുമായി ഈ വ്യക്തിയെ മാർപ്പാപ്പ പ്രഖ്യാപിക്കുക. അത്ഭുതങ്ങൾ 3 വിദഗ്ധ സമിതികൾ പരിശോധിക്കും. നാമകരണ നടപടികളുടെ ഭാഗമായി ഈ വ്യക്തിയുടെ കല്ലറ പലതവണ തുറന്ന് പരിശോധിക്കും. നീണ്ട നടപടിക്രമങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയാൽ മാത്രമേ ഒരു വ്യക്തിയെ കത്തോലിക്ക സഭ വിശുദ്ധനായി പ്രഖ്യാപിക്കൂ. അനിൽ ജോർജ്, റിപ്പോർട്ടർ, കൊച്ചി.